ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങൾ ചില പോയിന്റ് ഓഫ് ടൈമിൽ എത്തുമ്പോൾ ഞാൻ ഒട്ടും പോരാ എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചും എങ്ങനെയാണ് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന മെറിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നമ്മളെ അളക്കുന്നത് എന്ന് പറയുന്നത് മറ്റൊരാളെ വെച്ചിട്ടാണ്. നമ്മൾ നോർമലി പറയാറുണ്ട് കമ്പാരിസൺ ഒട്ടും നല്ലതല്ല. മറ്റൊരാളെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്തത് ഒരു പക്ഷേ വീട്ടിൽ പലപ്പോഴും പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. തൊട്ട് അയൽവക്കത്തെ വീട്ടിലെ കുട്ടിയെ വെച്ചിട്ട് അമ്മമാര് മക്കളെ കമ്പയർ ചെയ്യും. നീ അവനെ കണ്ടു പഠിക്കേ, അവനും നിന്റെ അതേ ക്ലാസ്സിലല്ലേ, നിന്നെ പഠിപ്പിച്ച അതേ ടീച്ചറല്ലേ അവനെ പഠിപ്പിച്ചത്, എന്നിട്ട് അവനും നിനക്കും എന്തുകൊണ്ട് 2 മാർക്ക് കിട്ടി എന്നൊക്കെ പല അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ അമ്മമാരെ നമ്മൾ കറക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് അമ്മ എന്നെക്കാളും താഴ്ന്ന മാർക്കുള്ള കുട്ടികളെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യാത്തത് എന്നൊക്കെ. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ നേച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. നമ്മളെ ബാക്കിയുള്ളവരെ വെച്ച് നമ്മുടെ പാരന്റ്സ് മാത്രമല്ല കമ്പയർ ചെയ്യുന്നത്, ഇതേ സാധനം നമ്മളും ചെയ്യാറുണ്ട്. എനിക്കും അവരെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ഉള്ളവർ ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ അതേ കോളേജിൽ നിങ്ങളുടെ അതേ പ്രൊഫഷൻ പഠിച്ച് ഇറങ്ങിയ കൂട്ടുകാരൻ ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രം നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല, നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതെ പോയിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കും പലപ്പോഴും എന്നെക്കാളും മാർക്ക് അവന് കുറവായിരുന്നു, എന്നെക്കാളും ഓപ്പർച്യൂണിറ്റീസ് അവന് കുറവായിരുന്നു, എന്തുകൊണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ല അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ചില ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ സ്റ്റാൻഡേർഡ്സിൽ നിന്നിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കമ്പാരിസൺ പലപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മടി നമ്മളിൽ കാണിക്കുന്നതിന്റെ തെളിവാണ്. അതുപോലെ തന്നെ നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ടും സ്നേഹിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമ്പാരിസണിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സെൽഫ് ലവ് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊരു മിസ്കൺസെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതൊരു സെൽഫിഷ്നെസ് ആണോ, ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ എന്നെ മാത്രമായിരിക്കുമോ സ്നേഹിക്കുന്നത്, എന്റെ ചുറ്റുമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചുറ്റുമുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് എനിക്കൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്താൽ മാത്രമേ അത് സെൽഫ് ലവ് ആവുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെ നമ്മളായിട്ട് തന്നെ അംഗീകരിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി, നമ്മളുടെ വില മനസ്സിലാക്കി, നമ്മുടെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് സെൽഫ് ലവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് നേച്ചർ ആണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് കരുതുന്നു, നിങ്ങളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരാണെങ്കിലും അവരെ വെച്ചിട്ട് എപ്പോഴും നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യും. ഈവൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്റെ കൂട്ടുകാരെ പോലെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവന്റെ വൈഫിന് കൊടുക്കുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, ട്രിപ്പുകൾക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ദേഷ്യവും വിഷമവും കാണിക്കുന്നത് ആ ഒരു വൈഫിന്റെ അടുത്തായിരിക്കും. നമ്മുടെ ആ ഒരു കുറവിനെ നമ്മൾ മറയ്ക്കാനായിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് അവൾ ഇങ്ങനെ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോവാതിരിക്കാനായിട്ട് ഗ്രാജുവലി നമ്മൾ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയെടുക്കും. അത് അൺനോയിങ്ലി സംഭവിക്കുന്നതാണ്. പല കുടുംബ പ്രശ്നങ്ങളിലും, അതായത് ഫാമിലി ഇഷ്യൂസിന് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിങ്സിന് പലരും വരുന്ന ടൈമിൽ ഫാമിലി ആയിട്ട് ഉള്ള ഇഷ്യൂസുകൾ സോർട്ട് ഔട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അവർക്ക് തമ്മിൽ. ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ എനിക്ക് കഴിവില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നത് അപ്പോഴേ നമുക്കൊരു ഓപ്പൺനെസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യാനും അവരെയും സ്നേഹിക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതുപോലെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സെൽഫിഷ്നെസ് ഇല്ലാതെ ബാക്കിയുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അപ്പൊ സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുകയും നമ്മളെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക്, സ്വയം ബഹുമാനിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെ ബഹുമാനിക്കാനായിട്ടോ സ്നേഹിക്കാനായിട്ടോ ഒരിക്കലും സാധിക്കത്തില്ല. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നതിനർത്ഥം നമ്മളെ അംഗീകരിച്ചാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതെന്ന. ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കാറുള്ളൂ. ചില ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് കാണാം പലരും വിവാഹത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെ. അതില് ചില കേസസിൽ വരുമ്പോൾ, ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ പറയുന്നതല്ല, ചില കേസസ് വരുന്ന ടൈമിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലില്ല. അതായത് എന്റെ കൂടെ ഒരാളെ, ഒരു പാർട്ട്ണറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കും കൂടെ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. എന്റെ ലൈഫ് അത്ര പോരാ, എന്റെ ലൈഫ് പോരാത്തത് കൊണ്ട് എന്റെ ലൈഫിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാറി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്നെ കാണാൻ കൊള്ളില്ല, ഇത്തരത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരും ഈ രീതിയിലേക്ക് ചിന്തിക്കാറുണ്ട്. എന്നെ കാണാൻ കൊള്ളില്ലാത്തത് കൊണ്ട് മറ്റൊരാളുടെ ലൈഫിലേക്ക് എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല, മറ്റാരും എന്നെ ഇഷ്ടപ്പെടില്ല, ഒരു ലൈഫ് പാർട്ണർ എന്റെ ജീവിതത്തിലേക്ക് വരത്തില്ല. ഇതുപോലെയൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ട് തന്നെ വിവാഹ ബന്ധങ്ങളിലേക്ക് പോവാത്ത ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ സെൽഫ് ലവിന്റെ ആബ്സെൻസ് ആണ്. അവരായിട്ട് അവരെ അംഗീകരിക്കാത്തത് കൊണ്ടും സ്നേഹിക്കാത്തത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഗീവ് യുവർ സെൽഫ് ദി ബെസ്റ്റ് കൈൻഡ്നെസ് ദാറ്റ് യു ഡിസേർവ് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിന് അവകാശപ്പെട്ടിട്ടുള്ള നീതി, കരുണയൊക്കെ നിങ്ങളോട് തന്നെ കാണിക്കുക. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെൽഫ് ലവ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യാത്ത കാര്യമാണ് നമ്മളോട് തന്നെ കരുണ കാണിക്കുക എന്ന് പറയുന്നത്. ഇതാവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സെൽഫ് ലവ് പാറ്റേൺ ഡെയിലി നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. ദി പ്രൈമറി തിങ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. പലപ്പോഴും പല ക്ലയൻസും കൗൺസിലിംഗ്സ് വരുന്ന ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സെൽഫ് ലവ് ഇല്ലാതെ നമ്മളെ തന്നെ അംഗീകരിക്കാനായിട്ട് സാധിക്കാത്തവർക്ക് ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ഇൻഫീരിയോറിറ്റി, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള മിയർ മെന്റൽ ഡിസ്റ്റർബൻസസ് കൂടുതലാണ്. അപ്പം ഈ രീതിയിലേക്കുള്ള ഡിസ്റ്റർബൻസ് ആണ് ഗ്രാജുവലി നമ്മളിലേക്ക് പല തരത്തിലുമുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് സിംറ്റംസ് കാണിക്കുന്ന പല പേഷ്യൻസിലും ഈ പറയുന്ന സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം ആബ്സെന്റ് ആയിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. നമ്മളെ ഹാപ്പി ആക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും, അതിനനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് ആൻസൈറ്റി, സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങൾ കുറയും. അതായത് നമുക്ക് ഒന്നിനും കഴിവില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു വർക്കും പ്രോപ്പർലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കാത്ത പക്ഷം നമ്മൾ എവിടെ ചെന്നാലും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ പറയുന്ന ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഓവർ ആയിരിക്കും. ഗ്രാജുവലി അവരുടെ ലൈഫിൽ അവരുടെ ലൈഫ് പാറ്റേണിൽ അത് എക്സിബിറ്റ് ചെയ്യുകയും. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളിൽ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നല്ല റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മൾ നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യത്തില്ല, ഒരു കാരണവശാലും കമ്പയർ ചെയ്യില്ല. അങ്ങനെ കമ്പയർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്കും ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അവർ തന്നെ അവർക്കൊരു അക്സെപ്റ്റൻസ് കൊടുക്കുന്നതായിട്ടും അവരെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടും അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ നല്ല രീതിയിലേക്ക് കുറയുന്നത് നിങ്ങൾക്ക് സാധിക്കും കാണാൻ, നല്ല രീതിയിലേക്ക് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരാള് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിലേക്ക് വരുന്ന മറ്റൊരു നല്ലൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതുപോലെ റിലേഷൻഷിപ്പുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ പ്രൊഡക്ടിവിറ്റിയും മോട്ടിവേഷനും കൂടും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലയിടത്തുനിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ, ഒരിക്കലുമല്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഒരാൾക്ക് മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എപ്പോഴും ചിലർ പറയുന്ന ചില വാക്കുകളായിരിക്കും അല്ലെ. ഈ വാക്കുകൾ നമ്മുടെ ലൈഫിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത്, അല്ലാണ്ട് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി പറഞ്ഞത് കൊണ്ടല്ല. ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പം ഈ രീതിയിലേക്കുള്ള മോട്ടിവേഷൻ ഒക്കെ ഗ്രാസ്പ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഉറപ്പായിട്ടും
നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനുമായിട്ടുള്ള ഒരു കഴിവ് വേണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് തന്റെ ജോലികൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫോക്കസ്ഡ് ആയിട്ട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടും. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന എല്ലാ വർക്കിലും ആ പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി കാണും. അതിൽ അവരുടെ ഒരു ടച്ച് ഉണ്ടാവും. ചിലരൊക്കെ ചെയ്യുന്ന ചില വർക്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണലിലാണെങ്കിലും ചിലർ നല്ല രീതിയിൽ എക്സൽ ചെയ്ത് നിൽക്കുന്നത് അവർക്ക് അവരിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. അവർ തന്നെ അംഗീകരിച്ച് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതേസമയം ഒരു വ്യക്തി അയാളുടെ ജോബിൽ എപ്പോഴും മറ്റൊരാളെ ജോബിൽ തൻ്റെ ഒരു കൊളീഗ് ഉണ്ടെങ്കിൽ ആ കൊളീഗിനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അയാളെ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, അയാളെ പോലെ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മളെ അനലൈസ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മുടെ കഴിവുകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടത്തില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പ്രൊഡക്ടിവിറ്റിയും മോട്ടിവേഷനും കൂടുതലായിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർ അവരുടെ ഫിസിക്കൽ ഹെൽത്തും നല്ല രീതിയിലേക്ക് മെയിൻറ്റെയിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അവര് സ്വയം സന്തോഷിക്കുന്നത് ചിലപ്പോൾ ചില നല്ല രീതിയിൽ ഫുഡുകൾ കഴിച്ചിട്ട് തന്റെ ബോഡി ഒട്ടും ടയേർഡ് ആകാതെ നോക്കാതെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കും, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇവൻ ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്തെന്ന് വരാം, വീട്ടിലെ ജോലികൾ ചെയ്തെന്ന് വരാം. അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഫിസിക്കൽ ഹെൽത്ത് കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഒന്നും കൂടി എൻഹാൻസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പം ഫിസിക്കൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും ഈ പറയുന്ന സെൽഫ് ലവ് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യും, അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കും. പ്രോപ്പറായിട്ട് അവർക്ക് തന്നെ അവരുടെ ബോഡിക്ക് റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ അവർ റെസ്റ്റ് എടുക്കും. അവർ പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ വളരെ നീറ്റായിട്ടും എലഗന്റ് ആയിട്ടും അവരെ പ്രസന്റ് ചെയ്യും. സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഹാപ്പി ആയിരിക്കും ലൈഫിൽ. ആ ഹാപ്പിനെസ് അവരുടെ ഫേസിൽ എക്സിബിറ്റ് ചെയ്യും. ഈ ഫേസിൽ ഹാപ്പിനെസ് എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും എവിടെ നിന്നാലും അവരെ നോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ അവരെ ഒരിക്കലേ കണ്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വളരെ മെമ്മറബിൾ ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ തക്ക എന്തോ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സെൽഫ് ലവ് ഉള്ള ഒരാളെ കൊണ്ട് സാധിക്കും. ഇതൊക്കെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന നോർമൽ ആയിട്ടുള്ള ചില ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ദി വെരി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസിലൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു മോർണിംഗ് എണീക്കുന്ന ടൈമിൽ നമ്മളെ തന്നെ വിഷ് ചെയ്ത് നമ്മളുടെ ആ ഒരു ഡേയെ കുറിച്ച് ചിന്തിച്ച് അതിലെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് ഇന്നത്തെ എൻ്റെ ദിവസം നല്ല രീതിയിലായിരിക്കും എന്ന് മനസ്സിൽ അഫർമേറ്റ് ചെയ്തിട്ട് എണീക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നമുക്ക് നോ പറയാനായിട്ട് അറിയില്ല. പല കുട്ടികളിലും ഇത് സംഭവിക്കുന്ന പ്രശ്നമാണ്. ചില റിലേഷൻഷിപ്പുകളിലേക്ക് കുട്ടികൾ ഈസി ആയിട്ട് ചെന്ന് ചാടുന്നതിന്റെ ചില കാര്യങ്ങളാണിത്. നോ പറയാനായിട്ട് അറിയില്ല. ഒരുപാട് കാലം അയാളുടെ പുറകെ നടന്നു, എനിക്ക് നോ പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന കുട്ടികളുണ്ട്. ഞാൻ അറിയാതെ പെട്ടുപോയതാണ്, എനിക്ക് ഇതിൽ പറയേണ്ടി വന്നു, നോ പറയാൻ എനിക്ക് പറ്റിയില്ല, എനിക്ക് അങ്ങനെ പറഞ്ഞ ശീലമില്ല, എനിക്ക് അറിയില്ല, അവര് വിഷമിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചത്. നോ പറയേണ്ട സമയത്ത് നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ എന്തുകൊണ്ട് നോ പറയണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ചില കാര്യങ്ങളിൽ നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വാല്യുബിൾ ആണ്. ആൻഡ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും നമ്മൾ നോ പറയേണ്ടി വരുന്നത്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ നോ പറയുക തന്നെ വേണം. അത് ആരാണെന്നോ എന്താണെന്നോ നോക്കേണ്ട കാര്യമില്ല. ആൻഡ് സമ്മൺ നമ്മളെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നോ പറയാനായിട്ടുള്ള ഒരു കഴിവ് വേണം. അത് എല്ലാ മനുഷ്യരും ഒരുപോലെ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഡോണ്ട് ഫീൽ നെഗറ്റീവ് വെൻ യു സേ നോ. നോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടേം ആണ് എങ്കിൽ പോലും നമ്മുടെ ലൈഫ് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ചില സെറ്റ് ബൗണ്ടറീസ് ഉണ്ടാക്കാൻ ഈ നോ എന്ന് പറയുന്ന ടേമിന് സാധിക്കും. സോ ലൈഫിൽ നോ പറയാനായിട്ട് സാധിക്കുക. അത് എപ്പോൾ പറയണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വരാതെ നോ പറയാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കുക.
അടുത്തതായിട്ട് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയ ജീവിതത്തോട് നമ്മൾ നന്ദി പറയാം, നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കുക. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീല് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഈ പറയുന്ന സെൽഫ് ലവ് കടന്നു വരും. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ അന്നത്തെ ഒരു ഡേ നിങ്ങൾ റിഫ്ലക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ ലൈഫിൽ ഇത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് ഗീവ്സ് റിയലി ഡിഫറെന്റ് അപ്രോച്ച് ടു യുവർ ലൈഫ്. ആൻഡ് ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫ് കെയർ റിച്വൽസ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് ഈ സെൽഫ് കെയർ റിച്വൽസ്? ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സെൽഫ് കെയർ റിച്വൽസ് ഉണ്ട്. ഒന്ന്, സെൽഫ് ആയിട്ടുള്ള കുറച്ച് നേരത്തേക്കുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങളുടെ ലൈഫിന് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് വരുത്തും, നല്ലൊരു കാമിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഒരു 5 to 10 minutes നല്ല റിലാക്സ് ആയിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഈ പറയുന്ന നിങ്ങളുടെ ലൈഫ് ഒന്ന് റിഫ്ലക്റ്റ് ഒക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ ലൈഫിലുണ്ടായ നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് ആ രീതിയിൽ നിങ്ങളെ തന്നെ കാം ചെയ്ത് ഒന്ന് ലൈഫ് മുന്നോട്ട് പോയി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള മെഡിറ്റേഷൻ ഒരു നല്ലൊരു സെൽഫ് കെയർ റിച്വൽ ആണ് നിങ്ങളുടെ ലൈഫിൽ. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഡയറീസ് കീപ്പ് ചെയ്യുക. ഡയറീസ് റൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേയിലെ ഫുൾ കാര്യങ്ങൾ എഴുതുന്നു എന്നല്ല. ചിലപ്പോൾ ഡയറി ഒരു ഡെയിലി ആക്ടിവിറ്റി പോലെ എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആൻഡ് അത് നിങ്ങളെ ഒരു നെഗറ്റീവ് ഫീൽ തോന്നുന്ന ടൈമിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നിങ്ങൾക്ക് എൻഗേജിങ് ആയിട്ട് നിങ്ങളെ ഹാപ്പിയർ ആക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും നേച്ചർ വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഓരോ അണുവും ആസ്വദിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ ചില സ്മെല്ലുകൾ, ചില ഫീലുകളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ലൈക്ക് ഒരു നേച്ചർ വാക്ക് നടക്കുക, മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ പെയ്യുന്നത് നോക്കിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് തോന്നും. ആൻഡ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓരോ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഓക്കെ ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി നാളെ തൊട്ട് ഞാൻ സെൽഫ് ലവ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതൊരു ഓവർനൈറ്റ് ആക്ടിവിറ്റി ഒന്നുമല്ല. പതിയെ പതിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം കടന്നു വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ചില എഫേർട്ടുകൾ ഇടണം. ആ എഫേർട്ടിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് നോയിങ്ലി തന്നെ അതിനുവേണ്ടി സമയം കണ്ടെത്തി ചെയ്ത് ശീലിക്കുക. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതുപോലെയൊക്കെയുള്ള സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇതുപോലെയൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെൽഫ് കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെയുള്ള വീഡിയോസിന് വേണ്ടിയാണ് എങ്കിൽ ഡു സബ്സ്ക്രൈബ് ദി ചാനൽ. ആൻഡ് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അവരെ കുറച്ച് സ്നേഹിക്കുന്നത് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ അവനെ തന്നെ അംഗീകരിക്കുന്നത് അത്ര പ്രോപ്പർ ആയിട്ടല്ല, അല്ലെങ്കിൽ അവർ അത്ര അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. അവരെ തന്നെ സ്നേഹിക്കട്ടെ, അവരപ്പോൾ നിങ്ങളെയും സ്നേഹിക്കും. ബാക്കി ചുറ്റും ഒരു നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേ വിത്ത് മീ ഫോർ മോർ കണ്ടന്റ്സ് ലൈക്ക് ദിസ്. ഹാവ് എ ഗുഡ് ഡേ.